ഹലോ അതിര വരവായി. മോളെ മോളെ ആഹാ മോളെ മാർക്കൊക്കെ കിട്ടിയോ? അയ്യോ മോളെ, നീ എന്തൊരുമാതിരി നിശബ്ദയായിട്ട് നിൽക്കുന്നത്? എന്ത് എന്താടി? മാർക്കൊക്കെ കിട്ടി. കിട്ടിയോ? എത്രണ്ടാ? പക്ഷേ കിട്ടിയെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, അതാണ്. എന്താ? കുറവാ അമ്മേ. ക്ലാസ്സിൽ എത്രാമത്തെ റാങ്കാ? 11. എന്റെ ദൈവമേ, എന്ന് വെച്ചാൽ നിന്നെക്കാട്ടിലും മോളില് 10 പേര് ക്ലാസ്സിലുണ്ടെന്ന്. ഓ എന്റെ ദൈവമേ, കേട്ടിട്ട് എന്റെ ഇടവഞ്ചി പൊട്ടുന്നു. നിന്നെ ഞാനിത് അയ്യോ തല്ലണ്ടായിരുന്നു. മോളി ചെല്ലേ. ചേച്ചി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. എന്താ ട്യൂഷൻ വെക്കാൻ തീരുമാനിച്ചു ചേച്ചി. ട്യൂഷൻ വെക്കാൻ. അയ്യോ കുഞ്ഞു വീണ്ടും പഠിക്കാൻ പോണ? അല്ല, നമ്മളെ കട്ടക്ക് എടുക്കുന്നവരെ പഠിക്കണമെന്ന് നല്ലത് തന്നെ. അതൊരു നല്ല കാര്യവും തന്നെ. ഏത് വിഷയത്തിനാ കുഞ്ഞ ട്യൂഷൻ? കണക്കിനാ? അയ്യോ അല്ല ചേച്ചി, എനിക്കല്ല, മോൾക്കാ ട്യൂഷൻ. അല്ല, ഇപ്പൊ തന്നെ അവള് മിടിക്കാണേ. ട്യൂഷനൊന്നും ഇല്ലാതെ തന്നെ A+ വാങ്ങുന്നുണ്ട്. അത് പിന്നെ എന്റെ ഒരു ബുദ്ധിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നേ. ടീച്ചർ നാളെ വരും. അയ്യോ, എനിക്ക് ഒരുപാട് ജോലി നടക്കണം. പിന്നെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറെ ഡബിൾ MA കാരിയാ. എന്റെ കുഞ്ഞെ, ഈ ഡബിൾ ആംബുലേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഡബിൾ MA. അത് കൊള്ളാം. അയ്യോ, എനിക്ക് ഒരുപാട് ജോലി നടക്കണം കുഞ്ഞെ. അതെ, നരേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ മകളെ പഠിപ്പിക്കുന്ന ടീച്ചറാ ദമയന്തി ടീച്ചർ. നാളെ വരും. പേരെന്താ? എന്താ പറയാത്തത്? പേര് പറഞ്ഞ വായിലെ മുത്തു കൊഴിയോ? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അല്ല, വീട് എവിടെയാ? എന്താ? നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണോ? എന്താ കാര്യം? അല്ല, അതെന്താന്ന് ചോദിച്ചാലേ കാര്യമുണ്ട് കേട്ടോ. പിന്നെ പറയാം, തൽക്കാലം നിങ്ങളുടെ വകയായിട്ട് ഓരോന്ന് കൊടുക്ക. ഇവനെ ആളൊരു പൂവാലനാ ഇവനെ. പഞ്ചാര അടിക്കാൻ നടക്കുന്നു. അയ്യോ കേട്ടോ ശാരദേ, നമ്മുടെ കാഴ്ചബംഗ്ലാവിൽ കുറെ വന്യജീവികളെ കൊണ്ടിട്ട് കരടി, കടുവ, സിംഹം. എന്റെ കർത്താവേ, സത്യം പറഞ്ഞ അവിടുന്ന് അതുങ്ങളെയൊക്കെ തുറന്നു വിട്ടേച്ച് വേണ്ട ഈ സ്പീഷീസിനെ വേണം അഴിക്കകത്താക്കാൻ. അയ്യോ, ലോകത്ത് മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത ഇനമല്ലേ. സഹോദരിയെ വഴിയിൽ ആഭാസന്മാർ അനാവശ്യം പറയുമ്പം ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ അവനവന്റെ കാര്യം നോക്കി നിൽക്കുന്ന.
പണ്ട് കമന്റ് അടിക്കുന്നവരെ വെരുട്ടുമായിരുന്നു, ഇപ്പൊ വെരുട്ടുന്നവരെ വെട്ടും. അതാ കാര്യം. അതാ കാര്യം. അങ്ങനെയാണെ വെട്ടുന്നവന്റെ കൈ ആദ്യമേ അങ്ങ് വെട്ടണം. മനസ്സിലായോ? ഇങ്ങോട്ട് വരുന്നു. നോക്കാം. കൊച്ചേ, നീ ഏതാ? എവിടുന്നാ? ഞാനിവിടെ അടുത്ത് ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നതാ. ഒരു ലീലാവതി എന്ന് പറയുന്ന ഓട്ടോ കാത്തു നിന്നതാ. അപ്പോഴാ ടീച്ചറല്ലേ അതെ എവിടെ നാത്തുനായി പറഞ്ഞ ലീലാവതി? അതെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി പൂവാലന്മാരെങ്ങാനും പുറകെ വരികയാണെങ്കിൽ ആ പാല് മുറിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെണ്ട്. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. നടന്നോളൂ. അയ്യോ ദമയന്തിയല്ലേ, വേഗം ആ നാത്തൂന് സന്തോഷാവും.